നമസ്കാരമുണ്ട്. നമ്മള് കോട്ടയത്ത് തൂവാലിന്റെ ഷോപ്പിലാണല്ലോ നിങ്ങൾ ഈ വണ്ടി എടുത്തേക്കുന്നത്? അതെ. അപ്പൊ ഇവിടെ വന്ന് എടുക്കാനുള്ള കാരണമല്ല, അതൊന്ന് പറയാമോ? അതായത് ഞാൻ ഒരു 2-3 മാസമായി ഞാൻ വണ്ടിയുടെ കാര്യം തപ്പിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ആദ്യമേ ഒരു OLX-ല് നോക്കിയിട്ട് നമ്മുടെ കൊല്ലത്തുള്ള ഒരു ഡീലർ, അവരെന്തോ ആദ്യമായിട്ട് ഇവിടെ വന്നാ. കൊല്ലത്ത് തന്നെ വണ്ടി ഉണ്ട്. അപ്പൊ അത് ഒരു ഇന്നോവ ആയിരുന്നു. അന്ന് പോയി വണ്ടി കണ്ടിട്ട് ഞാൻ അവിടെ ഇവിടുന്ന് വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് വണ്ടി കണ്ടു. എന്നിട്ട് സംസാരിച്ച കാര്യം, അപ്പൊ അന്ന് ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് കൊടുത്തായിരുന്നു. പക്ഷെ ഒരു കുറച്ചാൾക്ക് ശേഷം ലോണിന്റെ കുറച്ച് കാര്യം ഇഷ്യൂ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ അത് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നാൾ വണ്ടി ഒക്കെ കിടന്നു. ലാസ്റ്റ് പിന്നെ ഈ ഇവിടെ ഒരു സെക്കൻഡ് ഷോറൂം കണ്ടിട്ട് ലാസ്റ്റ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചേച്ചി റൂബി എന്ന് പറഞ്ഞ ചേച്ചിനെ പരിചയപ്പെട്ടതും ഇതുപോലെ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ആയത്. വണ്ടി എടുക്കുന്നത്. അപ്പം നമുക്ക് ഇവരുടെ ഡീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഡീലിംഗ് ഒക്കെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇതുണ്ട്, ഈ വെയിലത്തോട് ഈ ചേച്ചി എന്നെ കൊണ്ട് കാണിക്കാത്ത വണ്ടി ഒന്നുമില്ല. എല്ലാം ഇവിടെ തൊട്ട് ഓൾട്ടോ തൊട്ട് ഇവിടെയുള്ള ഇങ്ങേറ്റം കിടക്കുന്ന എല്ലാ വണ്ടി ചേച്ചി കൊണ്ട് കാണിച്ചത്. അപ്പം 100% നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണല്ലോ ഈ വണ്ടി എടുത്തതിൽ? പിന്നെ തീർച്ചയായും. അപ്പം ഇതുപോലെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്, ഇതുപോലെ കേരളത്തിൽ എവിടെ നിന്നാണെങ്കിലും തൂവാലിന്റെ ഷോറൂം, നമ്മുടെ മെയിൻ ഷോറൂമാണ് കോട്ടയം. അപ്പൊ എവിടെ വന്നാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും വണ്ടി എടുക്കാം. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഒരു ടെൻഷനും അടിക്കാതെ, ഇപ്പം വേറെ പല ഡീലർമാരടുക്കെ പോയാലും ഇപ്പൊ വെള്ളം കയറിയ വണ്ടി, അങ്ങനെ മാനുഫാക്ചർ കിലോമീറ്റർ കുറഞ്ഞതും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇത് ഷോറൂമിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് വിശ്വാസത്തോടുകൂടി നമുക്ക് വണ്ടി എടുക്കാം, ഒന്നും പേടിക്കണ്ട. ഓക്കെ, അപ്പൊ ശരി. ഓക്കെ ബ്രോ, താങ്ക് യു. ശരി. ഓക്കെ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. നമ്മള് ഡിസംബറില് കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ അല്ല, ഈ പ്രാവശ്യം കുറച്ചൊരു ഓഫർ കൊടുക്കണം. തീർച്ചയായിട്ടും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ അടിപൊളി ഓഫർ ആയിരുന്നു. അതെ അതെ. നമ്മളെ കോട്ടയത്തില് സംബന്ധിച്ചിടത്തോളം നമ്പർ 1 ട്രൂ വാല്യൂ ആണ് നിങ്ങളുടെ ക്രിസ്മസിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ പ്രേക്ഷകരാണെങ്കിൽ ഒരുപാട് പേര് ഇപ്പം പുതിയതായിട്ടുള്ള വണ്ടികൾ എടുക്കാൻ നോക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വണ്ടിയാണ്, 100% നമുക്ക് ട്രൂ വാല്യൂ വന്നിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അപ്പം അജീഷ് ഭായാണ് ഇവിടുത്തെ മെയിൻ ആള്. അപ്പൊ പുള്ളിയെ നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, വണ്ടിയെ പറ്റി എല്ലാ കാര്യങ്ങളും പുള്ളി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അജീഷ് ഭായ്, നമുക്ക് ഈ ഇതില് ഇപ്പൊ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ? നമ്മള് ശരിക്കും ഇപ്പൊ ഒരു കുറച്ച് നാള് ഗ്യാപ്പിലൊരു വീഡിയോ തന്നെ നമുക്ക് ശരിക്കും മതിയായ സ്റ്റോക്കുകളിന്റെ ഒരു അഭാവത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും യൂട്യൂബ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. അപ്പം നമുക്കിപ്പോ അത്യാവശ്യം സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോ ഒരു പ്രൈസ് ഒക്കെ ആണെങ്കിലും നമുക്ക് നോർമൽ രീതിയിലേക്കാണ് പ്രൈസ് എത്തിയിട്ടുണ്ട്. ആ GST ടൈമിലേക്ക് കുറച്ച് പ്രൈസ് ഡീവിയേഷൻ മുതൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന വണ്ടികളൊക്കെ ആണെങ്കിലും ആ ഒരു പ്രൈസിനോട് ഇതായതുകൊണ്ട് നമുക്ക് പ്രൈസ് നോർമൽ റേറ്റ് ആയിട്ടുണ്ട്. അത് തന്നെ ഒരു പോസിറ്റീവ് ആണ് നമുക്ക് സെല്ലിങ്ങിനുള്ളത്. പിന്നെ തുറക്കുന്നതന്നെ പറയാം, എല്ലാവർക്കും പോപ്പുലർ മാരുതി ട്രൂവാലിന്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. പിന്നെ ഈ വണ്ടിയെ കുറിച്ച് ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് ആദ്യം പരിചയപ്പെടാൻ പോണ വണ്ടി 2022 മോഡല് ന്യൂ മോഡല് ബ്രസയാണ് വരുന്നത്. ആണ് നമ്മുടെ വണ്ടിയുടെ വേരിയന്റ് വരുന്നത്. വണ്ടിയുടെ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 30,000 കിലോമീറ്റർ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ കളർ നോക്കിയാലും അറിയാം, നല്ലൊരു കളർ തന്നെയാണ്, സിറ്റി സിൽവർ കളർ വരുന്നത്. 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്ന വണ്ടി തന്നെയാണ് ഈ വണ്ടി. പിന്നെ വണ്ടി നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഒരു പ്രീവിയസ് കസ്റ്റമർ ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. പിന്നെ നമുക്ക് ഇതിന്റെ കമ്പനി ഇരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 8,95,000 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. ഒക്കെ നമുക്ക് ഉറപ്പായിട്ട് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യാവുന്ന ഒരു വണ്ടി തന്നെയാണ്. പിന്നെ വണ്ടി ഇപ്പോൾ നമ്മൾ ശരിക്കും സ്റ്റോക്ക് കണ്ടീഷനാണ് നമ്മൾ കിടക്കുന്നത്. വണ്ടിയുടെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഡെലിവറി ടൈമിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്ത് ക്ലിയർ ആക്കി ആയിരിക്കും വണ്ടി തരുന്നത്. ഇപ്പൊ വണ്ടിയുടെ ഇന്ത്യയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം കസ്റ്റമർ ആണെങ്കിലും അഡീഷണൽ ഫിറ്റ്മെന്റുടെ ജെനുവൻ സീറ്റർ, സ്റ്റീറിംഗ് ഗ്രിപ്സ്, അങ്ങനെ നമുക്ക് വേണ്ട എല്ലാവിധ ആക്സറീസും നമ്മൾ ഈ വണ്ടിക്ക് തീരുന്നുണ്ട്. കിലോമീറ്റർ റൺ ചെയ്യിക്കുന്ന ആ കൂടെ 30,000 കിലോമീറ്റർ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ 100% വിശ്വസ്തമായിട്ട് ഇവിടുന്ന് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇപ്പൊ ശരിക്കും ഈ വണ്ടി നോക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ഞാൻ മൊത്തത്തിൽ നിന്ന് കാണിക്കാം. ഇത് നമ്മുടെ ഡെലിവറി ഫിനിഷിംഗ് ആണ്. ഇത് 2018 മോഡല് വാഗൺ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഫിനിഷിംഗ് ഇതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും വണ്ടിക്കകത്തില്ല. പിന്നെ വണ്ടിയുടെ ചുറ്റിന്ന് കാണിക്കുന്നുണ്ട് വീഡിയോക്കകത്ത്. പിന്നെ നിങ്ങളിപ്പം ഇതിന്റെ ഇന്ത്യയിൽ ഞാനൊന്ന് കാണിക്കാം. പിന്നെ ഇതിന്റെ എഞ്ചിനും ഉൾപ്പെടെ ഡ്രസ് ചെയ്തിരിക്കുന്നത് കാണിക്കാൻ പറ്റും. ഇന്ത്യയിലാണെങ്കിലും നമ്മളുടെ ഒരു ആഫ്റ്റർ വർക്ക് കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഇത്രയും നീറ്റായിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറൊരു പേയ്മെന്റ് ഇല്ലാതെ മുടക്കേണ്ട ആവശ്യം വരില്ല വണ്ടി എടുത്തു കഴിഞ്ഞാൽ. പിന്നെ എഞ്ചിൻ റൂം കൂടിയാണ് കാണിക്കാം. എഞ്ചിൻ റൂം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത് ഇത് ചെയ്യാൻ വേണ്ടി തന്നെ ഏകദേശം ഒരു ദിവസം ഫുൾ എടുത്താണ് നമ്മൾ ഇത്രയും ഫിനിഷിംഗ് ആക്കി വണ്ടി എടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കി ഇതിന്റെ അപ്പിയറൻസ് നോക്കി അറിയാൻ പറ്റും. ഒരു പുതിയ വണ്ടിയുടെ എഞ്ചിൻ റൂം എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഡസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ടുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് എല്ലാ രീതിയിലും വിശ്വസനീയമായി എടുക്കാവുന്ന ഒരു സ്ഥാപനം തന്നെയാണ് പോപ്പുലർ മാരുതി തൂവാലി. ഓക്കെ, ഇത് 2020 മോഡല് ഇസറക്സ് പ്ലസ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റാണ് ഇസറക്സ് പ്ലസ് വരുന്നത്. പിന്നെ 1.2 ഇഞ്ചിനാണ് വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ വണ്ടി ഓടിക്കുന്ന കിലോമീറ്റർ കറക്റ്റ് 49 കിലോമീറ്റർ മിച്ചം വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ തന്നെ ഈ വണ്ടിക്കകത്ത് AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, തന്നെ സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ്, ഡീഫോഗർ, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ മൊബൈൽ കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, റിയർ വൈപ്പർ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഒരു വണ്ടിക്കകത്ത് നമുക്ക് നമ്മൾ അഡീഷണൽ ഒരു ഫിറ്റ്മെന്റും കയറ്റാതിട്ടുള്ള എല്ലാ ഫിറ്റ്മെന്റും വണ്ടിക്കകത്തുള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,60,000 രൂപ വണ്ടിയുടെ പ്രൈസ് നമുക്ക് വരുന്നുള്ളൂ. ഈ വണ്ടി വെൽ മെയിൻറ്റൈൻഡ് തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അഡീഷണൽ ആക്സറീസ്, സീറ്റ് കവറും സ്റ്റിയറിംഗ് ഗ്രിപ്സും, സ്പോയിലർ, ഡോർ വൈസർ എന്നുകൊണ്ട് നമുക്ക് എല്ലാവിധ ആക്സറീസും വണ്ടിക്കകത്തുണ്ട്. അപ്പം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വാറണ്ടി വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫ്രീ സർവീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുക, വണ്ടി ഓടിക്കാം, ആ ഒരു കണ്ടീഷനിലേക്കാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയും ഉറപ്പായിട്ടും ചൂസ് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ്. ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് 1.2 എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ വണ്ടി പവർ ലാഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാ രീതിയിലും വണ്ടി 100% ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് സൂട്ടബിൾ ആയിരിക്കും. നമ്മൾ അടുത്ത പരിചയപ്പെടാൻ നമ്മുടെ വണ്ടി 2013 മോഡൽ വാഗണർ VXi ആണ്. ഇത് സ്റ്റിംഗ്രേ എന്നുള്ള മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സ്റ്റൈലിഷ് ഗ്രില്ലും സ്റ്റൈലിഷ് ഹെഡ്ലൈറ്റും പോയിട്ട് ഹെഡ്ലാമ്പാണ് വണ്ടിക്കകത്ത് വരുന്നത്. അതൊക്കെ വണ്ടിക്ക് ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 13 വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ആണ്. 68 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് എല്ലാം തന്നെ ഉണ്ട്. VXi ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാം വാഗൺ VXi ഫീച്ചേഴ്സ്. പിന്നെ വാഗണർ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ഫാമിലി കാർ തന്നെയാണ്. ഇതിന് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,68,000 രൂപയാണ്. സ്പെയർ കീ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വണ്ടിക്കകത്തുണ്ട്. പിന്നെ വണ്ടി ഇന്ത്യയിൽ നോക്കിയാൽ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. പ്രൈസ് നമുക്ക് കുറച്ച് നെഗോസിയേഷൻ ചെയ്യുന്ന ഒരു പ്രൈസ് തന്നെയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. 2019 മോഡൽ വണ്ടിയാണ്. ഇഗ്നീസ് ആണ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ്ഡ് വണ്ടിക്കകത്ത് ഇപ്പം ആൾക്കാർ തെരയുന്ന ഒരു വണ്ടി തന്നെയാണ് ഇഗ്നീസ് വരുന്നത്. നമ്മളുടെ വണ്ടി ഇത് ബേസ് വേരിയന്റ് വണ്ടിയാണ്. സിഗ്മ എന്നുള്ള വേരിയന്റാണ് വരുന്നത്. കിലോമീറ്റർ 47 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചെറിയൊരു ക്ലെയിം ഉണ്ടായിട്ടുണ്ട് വണ്ടിയുടെ. വണ്ടിക്ക് നമ്മൾ ചെറിയ ക്ലെയിം ആണ് ഇവിടുന്ന് പറഞ്ഞിട്ടേ വണ്ടി സെല് ചെയ്തുള്ളൂ. ഇതിന്റെ ബോണ്ട് റീപ്ലേസ്ഡ് ആണ് വണ്ടിയുടെ. പക്ഷെ നിങ്ങൾ വണ്ടി നോക്കി അറിയാം, സിഗ്മ ആണെങ്കിലും നമുക്ക് എല്ലാവിധ ഫീച്ചേഴ്സും കസ്റ്റമർ പ്രീവിയസ് ഓണർ നമുക്ക് ഇതിന് വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്റ്റൈലിഷ് ലുക്ക് വരുന്ന അലോയും, പിന്നെ ഡോർ ക്രോം ഹാൻഡില്, ഡോർ വൈസർ, സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പിനിയൽ ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് ഗ്രിപ്സ്, ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും വണ്ടിക്കകത്ത് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ബേസ് വേരിയന്റ് ആണെങ്കിലും നമുക്ക് ഒരു പ്രീമിയം ലുക്കിലാണ് വണ്ടി എല്ലാ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് 4,50,000 രൂപ ആസ്കിംഗ് പ്രൈസ് ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രൈസ് ചെറിയ നെഗോസിയേഷൻ ചെയ്യാവുന്ന വണ്ടി തന്നെയാണ്. അപ്പം നല്ലൊരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വളരെ കൂടുതൽ വണ്ടിയാണ് ഇഗ്നീസ് വരുന്നത്. അപ്പം ഈ വണ്ടി ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. വാറണ്ടിയും സൗകര്യങ്ങളെല്ലാം വരുന്ന വണ്ടി തന്നെയാണ്. നമുക്ക് 100% വിശ്വസമായിട്ട് എടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഇഗ്നീസ്. ഇത് 19 മോഡൽ. നമ്മളിപ്പോ നോക്കാൻ പോകുന്ന വണ്ടി i20 ആണ്. എലൈറ്റ് i20 ആണ്. ശരിക്കും i20 ഇറങ്ങിയിട്ട് ഒരു 14 ശേഷം ഇറങ്ങിയ ഒരു ആദ്യത്തെ മോഡലാണ് എലൈറ്റ് i20 വരുന്നത്. ഒരുപാട് ആൾക്കാർ എടുത്തൊരു വണ്ടിയും ഒരു സ്റ്റൈലിഷ് ലുക്കുള്ള വണ്ടി തന്നെയാണ്. ഒരു പ്രീമിയം കാരണം എല്ലാവിധ ലുക്കും തരുന്ന ഒരു വണ്ടി തന്നെയാണ് എലൈറ്റ് i20 വരുന്നത്. നമ്മളിന്ന് പരിചയപ്പെടുന്ന വണ്ടി 2015 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 50 കിലോമീറ്റർ മിസ് വണ്ടി ഓടിയിട്ടുള്ളൂ. ബേസ് വേരിയന്റ് ആണ്. എറ എന്നുള്ള വേരിയന്റ് ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് ACയും പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വണ്ടിയാണ് വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ നമുക്കിപ്പം വണ്ടി നിലവിൽ നമുക്ക് വാഹനം ഒന്ന് ചെയ്യാൻ സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. നമുക്ക് തരുന്ന സമയത്തേക്ക് വണ്ടി എല്ലാം ക്ലിയർ ആക്കി തരാൻ പറ്റും. കമ്പനിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 3,80,000 രൂപ ആസ്കിംഗ് പ്രൈസ് ഉള്ളൂ. നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാവുന്ന ഒരു വാഹനം തന്നെയാണിത്. നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി നമുക്ക് സ്വിഫ്റ്റ് ആണ് വരുന്നത്. 2021 മോഡൽ വണ്ടിയാണ്. AGS വണ്ടിയാണ് വരുന്നത്. കിലോമീറ്റർ 42,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ.
ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ ഫോസലിന്റെ വാഹനമാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ പവർ ലാഗ് വരണമെന്ന് ഉണ്ടാകുന്നില്ല. 1.2 എഞ്ചിൽ ഫോസലിന്റെ വരുന്നതാണ് നല്ലൊരു പവർ തന്നെ നമുക്ക് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2021 മോഡൽ വണ്ടിയാണ്, VXC ആണ് വേരിയന്റ് വരുന്നത്. 21 ലാസ്റ്റ് ആണ് വണ്ടി വരുന്നത്. പിന്നെ ഇപ്പൊ മൈലേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈലേജ് നല്ലതായിട്ട് ഓടിക്കുന്ന കസ്റ്റമർ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. പിന്നെ ഇറങ്ങിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ റോഡിൽ ഒരുപാട് കാണുന്ന ഒരു വാഹനം തന്നെയാണ്. ഒരു ചെറിയ ഫാമിലി സംബന്ധിച്ച് ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വളരെ ബെറ്റർ ആയിട്ടുള്ള വാഹനം തന്നെയായിരിക്കും സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്. സീറ്റ് കവറും ഫോർമാറ്റും സ്റ്റിയറിംഗ് ഗ്രിപ്പും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വണ്ടി അഡീഷണൽ ഫിറ്റ്മെന്റ് കസ്റ്റമർ വണ്ടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 6,85,000 രൂപയാണ്. നമുക്ക് പ്രൈസ് ഒക്കെ നമുക്ക് നെഗോസിയേഷൻ ചെയ്യുന്ന പ്രൈസ് തന്നെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വാഹനത്തിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, സ്റ്റോക്ക് നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം ഒരു 60-70 വണ്ടികളുടെ ടോട്ടൽ സ്റ്റോക്ക് നമുക്ക് കോട്ടയം ബ്രാഞ്ച് തന്നെ കിടപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഇതിന്റെ വീഡിയോ ലാസ്റ്റ് നമ്മുടെ നമ്പറിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഫാമിലി അല്ലെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആർക്കാണല്ലോ നമുക്ക് ഇവിടുന്ന് ഒരു പോപ്പുലർ മാരുതി ട്രൂവാലിന്റെ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% വിശ്വസനീയമായി എടുക്കാവുന്ന ഒരു വാഹനം തന്നെയാണ്. ഒരു ബ്ലോക്സ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഒരു ലീഗൽ ഇഷ്യൂസ് ഒന്നുമില്ല.